നടനായും ഗായകനായും സംവിധായകനായും നിർമ്മാതാവായുമെല്ലാം മലയാളികൾക്കേറെ പ്രിയങ്കരനായ താരമാണ് പൃഥ്വിരാജ്. അദ്ദേഹത്തിൻ്റെതായി പുറത്തെത്താറുള്ള വിശേഷങ്ങൾക്കെല്ലാം തന്നെ വളരെ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. 20-ാം വയസ്സിൽ മലയാള സിനിമയിൽ അരങ്ങേറിയ പൃഥ്വിരാജ് ഇന്ന് മലയാള സിനിമയിൽ കൈവയ്ക്കാത്ത മേഖലകളില്ല. തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് നീങ്ങുമ്പോൾ പൃഥ്വിക്ക് കൂട്ടായി നല്ല പാതിയായി സുപ്രിയയുമുണ്ട്. ഭാര്യ, അമ്മ എന്നതിനേക്കാളുപരി നിർമ്മാതാവായും സുപ്രിയ ശോഭിക്കുന്നുണ്ട്. ഇപ്പോഴിതാ പൃഥ്വിരാജിൻ്റെയും സുപ്രിയയുടെയും വാർത്തയാണ് വൈറലാകുന്നത്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ എമ്പുരാന്റെ ജോലികളെല്ലാം പൂർത്തിയാക്കിയ വിവരം പൃഥ്വിരാജ് പങ്കുവച്ചിരുന്നു. സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ജോലികളെല്ലാം തീർത്തു. മാർക്കറ്റിംഗ് കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അഭിനേതാവായി അടുത്ത സിനിമ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനു വേണ്ടിയാണ് ഈ ലുക്കിലേക്ക് മാറിയത്. മുഴുനീള ഡയലോഗ് എങ്ങനെ പറയുമെന്നോർത്തുള്ള ടെൻഷനിലാണ് ഞാൻ. എനിക്ക് അറിയാത്ത ഭാഷ കൂടിയാണ് എന്നാണ് പൃഥ്വി പറഞ്ഞത്. സെലിബ്രിറ്റികളടക്കം നിരവധി പേരാണ് പോസ്റ്റിന് താഴെ കമന്റുകൾ രേഖപ്പെടുത്തിയത്. അതേസമയം ഇതിന് മറുപടിയായി "നിങ്ങൾക്കൊരു ഭാര്യയും കുഞ്ഞുമുണ്ട്, മറക്കരുത്" എന്നായിരുന്നു സുപ്രിയ കമന്റ് ചെയ്തത്. ഇതോടെ നിരവധി പേർ കമന്റുമായി എത്തി. 2025 മാർച്ച് 27-നാണ് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാൻ റിലീസ് ചെയ്യുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ എമ്പുരാൻ എത്തും. 2019 മാർച്ച് 28-നായിരുന്നു ലൂസിഫർ പുറത്തിറങ്ങിയത്. ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസും ചേർന്നാണ് എമ്പുരാൻ നിർമ്മിക്കുന്നത്. ദീപക് ദേവാണ് സംഗീതം നിർവഹിക്കുന്നത്. ലൂസിഫറിലുണ്ടായ മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, സാനിയ അയ്യപ്പൻ, സായ്കുമാർ, ഇന്ദ്രജിത് സുകുമാരൻ, ബൈജു എന്നിവർക്കൊപ്പം സുരാജ് വെഞ്ഞാറമൂട്, ഷൈൻ ടോം ചാക്കോ, ഷറഫുദ്ദീൻ, അർജുൻ ദാസ് എന്നിവരും എമ്പുരാന്റെ ഭാഗമാകുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. നായകനായും സംവിധായകനായും പൃഥ്വിരാജിൻ്റെതായി ഒരുപിടി ചിത്രങ്ങളാണ് പുറത്തിറങ്ങാനിരിക്കുന്നത്. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാനാണ് അക്കൂട്ടത്തിൽ ആരാധകർ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്.